അറിയോ? എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർക്കിടക മാസം ആരംഭിക്കുന്നു. കേരളത്തിൽ ഈ മാസത്തെ രാമായണ മാസം എന്നും നമ്മൾ ആചരിച്ചു പോരുന്നു കുറേ കാലമായിട്ട്. എന്തുകൊണ്ട് ഈ ഒരു മാസം രാമായണ പാരായണത്തിന് തിരഞ്ഞെടുക്കുന്നു എന്നാണെങ്കിൽ, രാമായണം ഒരു സമ്പൂർണമായിട്ടുള്ള ആത്മീയതയെ പ്രകാശിപ്പിക്കുന്ന, അത് നമ്മളിൽ നന്നായി ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ഏതൊരാൾക്കും, ആത്മാന്വേഷിയെ സംബന്ധിച്ചാണെങ്കിലും ഒരു സാധാരണ ഗൃഹസ്ഥനെ സംബന്ധിച്ചാണെങ്കിലും, ഏത് ജീവിത സാഹചര്യങ്ങൾ, ഏത് ചുറ്റുപാടിൽ തുറയിൽ ജീവിക്കുന്നവരെയും അത് എളുപ്പത്തിൽ അവരുമായി സംവദിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ ഒരു മാസം രാമായണത്തിൻ്റെ വിചാരത്തിന് തിരഞ്ഞെടുക്കാൻ പൂർവികർ നിർദ്ദേശിക്കുമ്പോൾ, ഒന്ന്, ഈ മാസത്തെക്കുറിച്ച് പറയുമ്പോൾ പണ്ടൊക്കെ വളരെ ദാരിദ്ര്യവും കൂടെ അനുഭവിക്കുന്ന മാസം എന്നാ പറയുക. തൊഴിലിനൊന്നും പോവാതെ ഈ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് രാമായണം വായിച്ചോളാൻ പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ കേരളത്തിൻ്റെ ഒരു സമ്പൂർണ്ണ ചരിത്രം മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ നമ്മളൊരു പൂർണ്ണതയിൽ ആളുകളെ ഉൾക്കൊള്ളുന്നതിൻ്റെ ചില ന്യൂനതകൾ, അപാകതകളുണ്ട്. അതെന്താണെന്നാണെങ്കിൽ, ഇപ്പം മഴക്കാലത്ത് ഈ പഞ്ഞം എന്ന് പറയുന്നതൊക്കെ പണ്ട് കാലത്താണെങ്കിലും ആർക്കാണത്? അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് അവർക്കൊരു ദിവസം ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക. ശക്തമായ മഴയൊക്കെ പെയ്യുമ്പോൾ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ആളുകൾ, പണ്ടത്തെ കാലത്താണെങ്കിൽ പാടത്ത് പണിയെടുക്കുക, പറമ്പിൽ പണിയെടുക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ. അപ്പോൾ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവും. അവരുടെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതാന്ത്യം വരെ ഉള്ളതാണ് ദാരിദ്ര്യം. അതിന് വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഈ കർക്കിടകത്തിലിങ്ങനെ ഈ പുറത്ത് പണിയൊന്നും കിട്ടാതെ ഇരിക്കുമ്പോൾ ഇവരൊക്കെ രാമായണം വായിക്കും എന്നാണോ? നടക്കുന്ന കാര്യമാണോ അത്? അതല്ല എന്ന് പറയാം. അപ്പം നമ്മൾ അങ്ങനെയുള്ള ചിന്തകൾ വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ മനുഷ്യരാശിയെ, ഇപ്പോൾ നമ്മളെ ഈ കേരളത്തിലെ ജനതയെ പൂർണ്ണമായിട്ട് അറിയുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ഇപ്പം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ ഈ ദാരിദ്ര്യത്തിലൂടെ കടന്നു വന്നിട്ടുള്ള ആളുകളാണ്. വീട്ടിൽ അരിയില്ലാത്ത ബുദ്ധിമുട്ടും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോഴൊക്കെ എടുത്തു വെച്ച് രാമായണം കൊണ്ട് വായിച്ച് അതിന് പ്രശ്നം തീർക്കുക എന്നുള്ളതാണോ? അങ്ങനെയല്ല. അത് മാത്രമല്ല. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അതിനൊരു ന്യൂനതയുണ്ട്. മറിച്ച് നോക്കൂ, ഈ ശ്രീനാരായണ ഗുരു പ്രവർത്തിക്കുന്ന കാലത്ത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഗദ്യപ്രാർത്ഥനയുണ്ട്. ഈ ഗദ്യപ്രാർത്ഥനയിൽ ആ കാലത്ത് വളരെ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനതയുടെ കൂടെ പ്രവർത്തിച്ച ഒരു മഹാത്മാവാണല്ലോ ശ്രീനാരായണ ഗുരു. സമ്പന്നരുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരാളല്ല. സമ്പന്നരും ഗുരുദേവനെ വളരെ ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. അവരുടെ ഭൂമി നൽകിയിട്ടുണ്ട്, ധനം നൽകിയിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. അതിലുപരി അപ്പോൾ ഈ ശ്രീനാരായണ ഗുരുവും ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് നൽകിയിട്ടുള്ളത് ഈ ആത്മീയതയുടെ, പ്രത്യേകിച്ച് അദ്വൈത വേദാന്ത ചിന്താ പദ്ധതിയാണ് അവരുടെ മുന്നിലേക്ക് തുറന്നു വെച്ചത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗദ്യപ്രാർത്ഥന. നമുക്ക് അതിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും
ആ സാഹചര്യവും സന്ദർഭവും ഗുരുദേവൻ ഇത് ആരോട് പറഞ്ഞു എന്നൊക്കെ ആലോചിക്കുമ്പോൾ എന്തൊരു ദീർഘവീക്ഷണവും എന്തൊരു ഉറപ്പുമാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ വിഷയത്തിലുള്ളത് എന്നുള്ളതാണ്. കാരണം അവിടെ ഗുരുദേവൻ ഗദ്യപ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, ദാരിദ്ര്യം, ഭയം, ദുഃഖം, ജനനം, മരണം, ഇതൊന്നും നമ്മളെ തീണ്ടുകയില്ല, ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല, കാരണം നാം അറിവാകുന്നു. അപ്പം ദാരിദ്ര്യത്തെയും ദുഃഖത്തെയും ഭയത്തെയും തുടങ്ങിയിട്ടുള്ള എല്ലാ നമ്മളെ പിടിച്ചുലയ്ക്കുന്ന വികാര വിചാരങ്ങൾക്കൊക്കെ ശാശ്വതമായ ഒരു മരുന്നായി, ശാശ്വതമായ ഒരു പരിഹാരമായി ഗുരുദേവൻ ഈ പരമമായ ജ്ഞാനത്തെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. അതെന്താണ്? നാം അറിവാകുന്നു, ശരീരമല്ല എന്നതാണ്. ഈ കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. അങ്ങനെയാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. അല്ലയോ പരമാത്മാവേ, ഇതൊക്കെ പരമാത്മാവാണ് എന്നുള്ള ഭാവത്തിലാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത് കേവലം കർക്കിടക മാസത്തിലേക്ക് വേണ്ടി മാത്രമല്ല. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ ഇതിനെ മനസ്സിലാക്കുമ്പോൾ അതൊരുമാതിരി ഇങ്ങനെയൊക്കെ കുറേ ദോഷങ്ങൾ ഇതിന് വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ചിലരൊക്കെ പറയുന്നത് ഈ രാമായണം വായിക്കുന്നത് ആരാണ്? മൃഷ്ടാന്ന ഭോജനമൊക്കെ നടത്തി നല്ല കുമ്പയൊക്കെ ചാടി ആ വയറൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞിട്ടുള്ളവർ ഏമ്പക്കം വിട്ടുകൊണ്ട് വായിക്കുന്ന, എന്താ പറയുക, അവരുടെ നേരം പോക്കാണ് രാമായണം എന്നൊക്കെ പറയാം. അല്ലാതെ ദരിദ്രൻ്റെ ഈ ഉദരദാരിദ്ര്യത്തിന് ഇതെങ്ങനെയാണ് പരിഹാരമാകുന്നത്? ചിന്മയാനന്ദ സ്വാമികൾ ഈ ആത്മീയതയെ കാണുന്നത്, സ്വാമിജി പറയും, എന്തുകൊണ്ട് ഇംഗ്ലീഷിൽ, സ്വാമിജി മലയാളിയാണല്ലോ, ഇംഗ്ലീഷ് ഭാഷ തൻ്റെ പ്രഭാഷണത്തിന് തിരഞ്ഞെടുക്കുന്നതിൻ്റെ മുഖ്യമായ കാരണം സ്വാമിജി ഒരു കാരണം പറയുന്നത് തനിക്കത് നന്നായി വഴങ്ങുമെന്നുള്ളത് വേറൊരു കാര്യം. മലയാളവും സ്വാമിജിക്ക് നന്നായി വഴങ്ങുന്നതാണ്. മലയാളവും സംസ്കൃതമൊക്കെ നല്ല വശമുള്ള ആളാണല്ലോ. പിന്നെ മലയാളിയാണ് സർവോപരി. നമ്മുടെ മഹാരാജാസിലൊക്കെ പഠിച്ചു കേരളത്തിൽ വളർന്ന ഒരാൾക്ക് മലയാളം എങ്ങനെ അറിയാതിരിക്കുന്നു? സ്വാമിജി പറയുന്നത് ഈ ദരിദ്രൻ്റെ ഉദരദാരിദ്ര്യത്തെക്കാൾ എന്നെ അലട്ടുന്നത് ധനികൻ്റെ മനോദാരിദ്ര്യമാണെന്ന്. അപ്പം ഈ ധനികൻ്റെ മനോദാരിദ്ര്യം അതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വീണ്ടും, നമ്മൾ മുമ്പ് ഒരു പ്രഭാഷണത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ചില നല്ല നല്ല സിനിമകൾ, ഡോക്യുമെൻ്ററികൾ, ഇതൊക്കെ വീണ്ടും വീണ്ടും കാണുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വഭാവമാണ്. നല്ല നല്ല ഫുട്ബോൾ മാച്ചുകൾ, മെസ്സി അടിക്കുന്ന ഗോളുകളൊക്കെ വീണ്ടും വീണ്ടും കാണുക എന്നുള്ളതൊക്കെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ, വിനോദങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്. മറ്റേത് വിനോദം മാത്രമല്ല, നിങ്ങൾ കാണണം. ഇത് വളരെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഒരു ഫീച്ചർ ഫിലിമാണ്. വളരെ കുറച്ച് സമയമേ ഉള്ളൂ, നമുക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. അതിൽ ഭാഷകളില്ല, പശ്ചാത്തല സംഗീതമുണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് അതിൻ്റെ ആ ഫീച്ചർ ഫിലിമിനെ നയിക്കുന്നത്. 2 കുട്ടികളാണ്. സത്യജിത് റേയുടെ, ഇന്ത്യൻ സിനിമയുടെ അതികായൻ, അദ്ദേഹത്തിൻ്റെ സിനിമ കോൺട്രിബ്യൂഷന്, അദ്ദേഹം നൽകിയ സിനിമയ്ക്ക്, ലോകത്തിന് നൽകിയ സംഭാവനയ്ക്ക്, ആ സംഭാവനയെ മാനിച്ചുകൊണ്ട് നമുക്കറിയാം ഓസ്കാർ അദ്ദേഹത്തിന് പ്രത്യേകം അവാർഡ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്കല്ല, അദ്ദേഹത്തിന് ഓസ്കാർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം കൽക്കത്തയിൽ നിന്നാണ്, ആശുപത്രി കട്ടിലാണ് അദ്ദേഹം അത് മേടിക്കുന്നത്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം, യൂട്യൂബിൽ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സത്യജിത് റേയുടെ സിനിമയാണ് ഈ 2 എന്നത്. ഈ 2-ൽ രാമായണമുണ്ട്,
നിങ്ങൾക്ക് ഈ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേവലം ശിവകാശി കലണ്ടറും അതുമായിട്ട് ബന്ധപ്പെട്ട ഈ വർണ്ണ ഛായാചിത്രങ്ങളിൽ മാത്രം കാണുന്ന ഒന്നല്ല. നിങ്ങളിൽ ആത്മീയത ഉണ്ട് എങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ അതിൻ്റെ ഒരു സ്പാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നതിൽ അതെന്താവട്ടെ നിങ്ങൾക്ക് അതിനെ കണ്ടെത്താൻ സാധിക്കും. അതിലെ ആ സ്പിരിച്വാലിറ്റിയെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. 2 കുട്ടികളാണ് 2 എന്നുള്ളത്, 2 കുട്ടികളാണ്. ഒന്ന് സമ്പന്നൻ്റെ വീട്ടിലെ കുട്ടി, അങ്ങനെ തടിച്ച് കൊഴുത്ത് ഗുണ്ടപക്രുവായിട്ടുള്ള ഒരു മോൻ, നല്ല മോനാണത്. അവനങ്ങനെ കൊക്കക്കോളയൊക്കെ കുടിച്ച് അർമാദിച്ച് ഒറ്റയ്ക്ക് അവൻ്റെ എന്താ പറയുക, ചിന്മയാൻ സ്വാമികൾ പറയുന്ന മനോദാരിദ്ര്യത്തിൻ്റെ പാരമ്യത്തിൽ കഴിയുന്ന ആ ഒരു കുട്ടി. അവൻ്റെ ജനലിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ദൂരെ ചേരിയിൽ, ഒരു ചെറിയ ചേരിയിൽ വസിക്കുന്ന ഒരു അതിദരിദ്രനായിട്ടുള്ളൊരു ബാലൻ. അവൻ്റെ പുല്ലാങ്കുഴൽ നാദം ഇവൻ്റെ ശ്രദ്ധയെ ആകർഷിച്ച് ഇവനെ അങ്ങോട്ട് നോക്കുന്നതാണ്. അപ്പോൾ ഇവൻ്റെ കയ്യിലുള്ള ഉപകരണം കൊണ്ട് അതിന് പകരം വയ്ക്കുന്നതാണ്. പിന്നെ ഇവൻ ഓരോ ഉപകരണങ്ങളെ കൊണ്ട് പകരം വയ്ക്കുമ്പോൾ അവൻ പാവം നിഷ്പ്രഭനായി പോകുന്നൊരവസ്ഥയാണ്. രാമരാവണ യുദ്ധം നിങ്ങൾക്കിതിൽ കാണാം. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ അമേരിക്കയുടെ പണക്കൊഴുപ്പിൻ്റെ അർമാദത്തിൽ ചെയ്തു കൂട്ടുന്ന ലോകത്തിലെ ചെയ്തികളെ നിങ്ങൾക്കിതിൽ കാണാം. കാരണം സത്യജിത്രയുടെ ഈ 2 എന്നതിൽ നിങ്ങൾക്ക് രാമായണവും മഹാഭാരതവും എല്ലാം വായിക്കാം. അതാണ് കാലാതിവർത്തിയായ സൃഷ്ടി എന്ന് പറയുന്നത്. അതാണ് നിങ്ങളിത് എന്തായാലും കാണണം. ഈ കാഴ്ചയിൽ നിങ്ങൾ കണ്ടു നോക്കൂ, നിങ്ങൾക്ക് പലതും കാണാൻ സാധിക്കും. നിങ്ങളെ കാണാൻ സാധിക്കും അതിൽ. നമ്മുടെ ചില കാര്യങ്ങൾ, അത് ധനമാണെങ്കിലും സമ്പത്താണെങ്കിലും സൗന്ദര്യമാണെങ്കിലും എന്തൊക്കെയാണോ നമുക്കുണ്ട് എന്ന് ആളുകൾ പറയുന്നത്, അതില്ല എന്ന് മറ്റുള്ളവർ പറയുന്നവർക്ക് നേരെ നാം എടുക്കുന്നതിനെയൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാം. അവസാനം അവനൊരു പട്ടം പറപ്പിക്കും. ആ പട്ടം ആകാശത്തിൽ ഇങ്ങനെ ഉയർന്നു പറക്കുമ്പോൾ ഇവന് അസ്വസ്ഥത വരും. ഇവൻ്റെ തോക്ക് കൊണ്ട് വെടിവെച്ച് ആ പട്ടത്തെ താഴെ ഇടും. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവൻ അമ്പും വില്ലും എടുത്ത് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ഇവൻ്റെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് അത് അതിമനോഹരമാണ്. ചിന്മയാൻ സ്വാമികൾ പറയുന്ന കംഫർട്ടബിളി മിസറബിൾ, എല്ലാ സൗകര്യത്തിൻ്റെയും മധ്യത്തിൽ അസ്വസ്ഥനായിരിക്കുന്ന ഒരു ജനതയെ, വ്യക്തിയെ, രാഷ്ട്രത്തെ, ഇതാണ് രാമായണവും മഹാഭാരതവും ഒക്കെ. ഈ സമ്പന്നതയുടെ കൊഴുപ്പിൻ്റെ മൂർധന്യത്തിൽ ഇരിക്കുന്ന ആളാണ് രാവണൻ. രാവണൻ അതിൻ്റെ പ്രതീകമാണ്. അതാണ് സത്യജിത്രയുടെ 2 സമ്പന്നതൻ്റെ ആ കൊഴുത്ത് നിൽക്കുന്ന കോക്ക് കുടിച്ചുകൊണ്ട് അർമാദിക്കുന്ന ആ ബാലൻ. അർമാദിക്കുന്നില്ല അവൻ. ഇപ്പുറത്ത് മൂല്യങ്ങളൊക്കെ ഉള്ള ഒരു കുട്ടി, പാവം, ദരിദ്രൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത് ഒരു സംഘർഷമാണ്. നിങ്ങൾ കേവലം രാമായണം എന്ന് പറയുന്ന വെറും കർക്കിടക മാസത്തിൽ ഒതുക്കി ഈ വാത്മീകിയാകട്ടെ വ്യാസരാകട്ടെ ഇവരൊക്കെ ചമച്ചിട്ടുള്ള രാമായണത്തിൽ മാത്രം അഭയം തേടരുത്. നമ്മൾ ഈ രാമായണം വായിക്കുമ്പോൾ അധ്യാത്മ രാമായണം വ്യാസകൃതമാണെന്ന് അറിയാത്ത എത്രയോ പേരുണ്ട്. അതാണ് അതിലും വലിയ കോമഡി. വാത്മീകി രാമായണം നമ്മൾ വായിക്കുന്നില്ല, ഇരിക്കട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ഒരു അന്തരം, ഇത് ഈ അസ്വസ്ഥമാക്കലിൻ്റെ ശമനത്തിനാണ് നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം പറയപ്പെട്ടിട്ടുള്ളത്. അത് രാമായണമാണെങ്കിലും മഹാഭാരതമാണെങ്കിലും ഏതുമാണെങ്കിലും അതിന് കേവലം ഏതെങ്കിലും ഒരു മാസവുമായി മാത്രമല്ല നമുക്ക് ബന്ധമുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ അനുസ്യൂതം
അതിന് ദരിദ്രനെന്നോ ധനികനെന്നോ എന്നുള്ള യാതൊരു ഭേദവുമില്ല. അതെന്താണ്? എല്ലാവരിലും ഉണ്ട് ഈ പ്രശ്നങ്ങൾ, ഈ അസ്വസ്ഥതകൾ, അശാന്തി, ദുഃഖം, പല വിധത്തിലുള്ള ദുഃഖങ്ങൾ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ കൂടപ്പിറപ്പാണ്. അപ്പോൾ ഇന്ന് ഈ രാമായണ മാസം എന്തിന് രാമായണം വായിക്കുന്നു എന്നൊക്കെയുള്ള സംശയങ്ങളാണ്. എന്തായാലും ഒരു ദിവസം, ഒരു മാസം ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തു. ഈ മാസം ഇതിൻ്റെ പേരിൽ ഈ രാമചിന്തകളൊക്കെ ആയിട്ട് ജനങ്ങൾ കഴിയട്ടെ എന്നുള്ള സതുദ്ദേശത്തിൽ. അത് ഇന്നാൾക്ക് എന്നൊന്നുമല്ല. അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആരായിരിക്കും രാമായണം കൂടുതൽ വായിച്ചിട്ടുണ്ടാവുക എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ദാരിദ്ര്യത്തിൻ്റെ പരകോടിയിൽ കഴിഞ്ഞവരായിരിക്കില്ല. കാരണം അവൻ അന്വേഷിച്ചത്, കാരണം അവൻ്റെ കയ്യിൽ രാമായണത്തിൻ്റെ ഒരു കോപ്പി ഉണ്ടായിട്ട് വേണ്ടേ ഇത് വായിക്കാൻ. നമ്മളതും കൂടെ കാണണേ. അതേസമയം ശ്രീനാരായണ ഗുരുദേവൻ ഗദ്യമായി മൊഴി രൂപത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള നാം അറിവാകുന്നു എന്ന ഉറപ്പ്, അതും വളരെ പ്രധാനമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതാണ് രാമായണത്തിൽ നമ്മൾ കാണുക. അപ്പോൾ ഈ പല കഥകളും ഉപകഥകളുമൊക്കെയായിട്ട് എന്താ പറയുക, ഐതിഹ്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിൽ കുരുങ്ങി പോകാതെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ യുക്തി ഉപയോഗിക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. അതിലൊന്നും പോയി പെടാതെ, രാമ രാമ എന്ന് പറയാൻ അറിയാത്ത രാമനെ ഋഷിമാർ രാമൻ എന്ന് പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇന്നു മുതൽ കേൾക്കാം വീശൽ. രാമന് രാമ എന്ന് പറയാൻ ഈ വാത്മീകിക്ക് രാമ എന്ന് പറയാൻ അറിയില്ല. കാട്ടാളനായിരുന്നു. അപ്പോൾ അവനോട് ഒരു മരം കാണിച്ചു കൊടുത്തു. ആ മരം ഈ മരം അങ്ങനെ പറയാൻ പറഞ്ഞു. അപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞു എന്നാണ്. ആ മരം ഈ മരം, ആ മരം ഈ മരം, അങ്ങനെ ആമര ഈമര ആമര ഈമര ആമര ഈമര ആമര ഈമര ആമര 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 ആമയായി എന്ന്. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ തരക്കേടില്ല. അപ്പോൾ നമ്മൾ ഉറപ്പിക്കും എന്ത്, ഈ സംഭവം നടന്നത് കേരളത്തിലാണ്. ഈ രത്നാകരൻ എന്ന് പറയുന്ന ആൾ കാട്ടാളൻ മലയാളിയായിരുന്നു. വന്ന ഋഷിമാരും മലയാളികളാണ്. അല്ലാതെ ആ മരം ഈ മരം എന്ന് പറയില്ലല്ലോ. ആ ഈ എന്നുള്ളത് മലയാളത്തിലാണ് വരുന്നത്. സംസ്കൃതത്തിൽ ആ മരം ഈ മരം എന്നല്ലല്ലോ പറയുക. അപ്പം അങ്ങനെയുള്ള യുക്തിയൊന്നും ആലോചിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നും ശേഷിക്കാതെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള എന്താ പറയുക, ചില അന്ധമായ ഐതിഹ്യങ്ങളിലൊക്കെ പോയി പെട്ടുപോകും. ചില അന്ധമായ അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ രാമായണ മാസം കൂടിയാണല്ലോ. അയോധ്യ ക്ഷേത്രത്തിലെ നടന്ന കൊള്ള, ഭൂലോക കൊള്ള, സ്വർണം കട്ടവൻ ആരപ്പ എന്ന് ആരും ചോദിക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പം കാണുമ്പോൾ നിങ്ങളോട് പറയട്ടെ, ഇങ്ങനത്തെ വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നിങ്ങളിങ്ങനെ നമ്മളെ ചാനലുകളിൽ പ്രതീക്ഷിക്കും, ആ ഇപ്പോൾ വരുമല്ലോ. ഇല്ല, നിർത്തി നമ്മൾ പരിപാടി. ഇതും ഇതിനു മുമ്പുള്ള പല കാര്യങ്ങളിൽ നിരന്തരം ചാനലുകളിൽ നിന്ന് വിളിക്കാറുണ്ട്. നിരന്തരം അവരോടെല്ലാം നമ്മൾ പറഞ്ഞു നിർത്തി. കാരണം ഒരു പ്രയോജനവുമില്ല. ഇത് കഴിഞ്ഞാൽ അവർക്ക് വേറെ വിഷയം. നമ്മളൊരു കാര്യം പറയുന്നത് പൂർണ്ണമാക്കാനുള്ള ഒരു സമയമോ സാവകാശമോ ഇല്ലാത്ത ഒരു അവസ്ഥ.
പിന്നെ പറയേണ്ടുന്നത് ജനങ്ങളോടാണ് ഇതൊക്കെ പറയേണ്ടുന്നതെങ്കിലും സഹ പാനലിസ്റ്റുകളായിട്ടുള്ളവരെ സഹിക്കേണ്ടുന്ന ഒരു ദുരവസ്ഥ, ഇതൊക്കെ ആലോചിച്ചപ്പോൾ നമുക്ക് തോന്നി. പിന്നെ നമ്മളോട് പലരും ഉപദേശിച്ചു, സ്വാമി ഇതിനൊന്നും ഇനി പോവരുത്, പോയതോ പോയി, ഇനി പോവരുത് എന്ന്. നമ്മളവരോട് പറഞ്ഞിരിക്കുക, ഇല്ല, നമുക്കും അതിപ്പോൾ ഓരോ സമയത്തും നമുക്ക് ബോധ്യം വരണമല്ലോ. ഈ ബോധ്യത്തിലാണല്ലോ നമ്മൾ ഓരോന്നും തീരുമാനം എടുക്കുക. അതുകൊണ്ട് ഇപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരോ സ്ഥലത്തെ കൊള്ള നടക്കുമ്പോഴും ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഇത് നടക്കുമ്പം, മതപരമായ കാര്യങ്ങളുമായിട്ട് നടക്കുമ്പം, ഇല്ല, നമുക്ക് പറയാനുള്ളത് നമ്മുടെ ധർമ്മശാസ്ത്രത്തിലൂടെയാണ്. അപ്പം ഇതിലും നമുക്ക് വേണ്ടത് എന്താ? നേരത്തെ പറഞ്ഞതുപോലെയാണ്. അതായത് ഒരു ദൈവവും, അത് രാമനാവട്ടെ കൃഷ്ണനാവട്ടെ, ഈ ക്ഷേത്രങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന ധനം ഇത് ഞാൻ ദൈവത്തിന് കൊടുക്കുന്നതാണ് എന്ന് കരുതുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ചെറിയ ചെറിയ യുക്തി നമ്മൾ സ്വയം ഉപയോഗിച്ചാൽ നമ്മൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടും. ഇപ്പോൾ ദൈവം ഇന്ത്യക്കാരനാണെങ്കിൽ ഇന്ത്യൻ കറൻസി മൂപ്പർക്ക് കിട്ടിയിട്ട് കാര്യമുള്ളൂ. ഇത് ആരാ എടുത്ത് കൊണ്ടുപോകണത്? നിങ്ങൾക്കറിയാമല്ലോ കൊണ്ടുപോകുന്നത് ആരാന്നുള്ളത്. തന്ത്രിയായിട്ടും പിന്നെ എന്താ പറയുക, മേൽശാന്തിയായിട്ടും കീഴ്ശാന്തിയായിട്ടും പ്രസിഡൻ്റായിട്ടും സെക്രട്ടറി ആയിട്ടും ഖജാൻജിയായിട്ടും ട്രഷററായിട്ടും ട്രസ്റ്റികളായിട്ടും ഒക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരാൾക്കൊരു കാര്യം കൊടുക്കുമ്പോൾ മൂപ്പർക്കിത് ഉപകാരപ്പെടുമോ, മൂപ്പർക്കിത് ഉപയോഗം ഉണ്ടോ എന്നറിഞ്ഞിട്ട് വേണ്ടേ കൊടുക്കാൻ. നമ്മുടെ മുന്നിൽ ഭിക്ഷയ്ക്ക് വന്ന ഏതെങ്കിലും ഒരാൾക്ക് നമ്മൾ എവിടെയോ പോയപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു തുണ്ട്, അല്ല ഒരു കോയൻ, ഇപ്പം ചൈനയുടെ ഒരു യുവാൻ വീട്ടിൽ വന്ന ഭിക്ഷക്കാരന് ഒരു യുവാൻ കൊടുത്ത അയാൾക്ക് എന്ത് ചെയ്യാനാ? ആ യുവാൻ അയാൾക്ക് എന്ത് ഉപകാരം കിട്ടും? 1 രൂപയാണെങ്കിൽ അയാൾക്കത് അതിൻ്റെ കൂടെ അയാൾക്ക് കിട്ടിയതിൻ്റെ കൂടെ കൂട്ടി വയ്ക്കാം. കാരണം എന്താണ്? അയാൾക്കത് വിനിമയം ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യ അവകാശമുണ്ട്. ഇനി 1 യുവാൻ കൊണ്ടുപോയിട്ട് ഇയാൾക്ക് ഏതെങ്കിലും കറൻസി എക്സ്ചേഞ്ചിൽ കൊണ്ടുപോകാൻ പറ്റും? അയാൾക്ക് കണ്ടാൽ തന്നെ അറിയില്ല അത് ഏത് രാജ്യത്തിൻ്റെയാണ്. അപ്പം നിങ്ങൾ ഈ കൊടുക്കുന്ന നോട്ട്, നിങ്ങൾ ഈ കൊടുക്കുന്ന സ്വർണം വെള്ളി തുടങ്ങിയിട്ടുള്ളതൊക്കെ ഈ നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് വിനിമയം ചെയ്യാൻ സാധിക്കുന്നതാണോ? അല്ലെങ്കിൽ മൂപ്പർക്ക് ഇതിന് ഒരു മൂല്യമുണ്ടോ? നമ്മൾ കൽപ്പിച്ച മൂല്യമാണോ മൂപ്പർ ഇതിന് കൽപ്പിച്ചിരിക്കുന്ന മൂല്യം? പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമുക്കത് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളിത് കൊണ്ടു കൊടുക്കില്ല. നമ്മളിത് ഈ ആളുകൾ എന്താ പറയുക, ഒരിക്കലും ഇതേപോലെ നോർത്തിലൊരു ക്ഷേത്രത്തിൽ, നമുക്ക് തോന്നുന്നു ഈ അടുത്താണ് മധുരയിൽ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പോയിരുന്നു. അപ്പോൾ ഈ ചെരുപ്പും ഇതുമൊക്കെ സൂക്ഷിക്കുന്ന അവിടെ അതുവരെ അവിടെ എത്തിയിട്ട് അവിടുന്ന് പിന്നെ ഈ സ്റ്റെപ്പ് കുറച്ച് കണ്ടപ്പോൾ അവിടെ അവർക്ക് ക്ഷീണം വന്നു. ഒരു സ്ത്രീ, കുറച്ച് പ്രായമുള്ളവരാണ്, നല്ല തടിയുമുണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ ആ കടയുടെ മുന്നിൽ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അവിടെ ഇരിക്കുകയാണ്. ഒറ്റയ്ക്കാണ് അവരുടെ കൂട്ടത്തിലുള്ളവരൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ശിൽബന്തി അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവരുടെ അടുത്ത്, അവിടുത്തെ ആൾ അവിടെ. അപ്പോൾ ഇവർ ഈ അരക്കെട്ടിൽ നിന്ന് മടിയിൽ നിന്ന് ഇങ്ങനെ ഒരു കെട്ട് നോട്ട് എടുത്തിട്ടുണ്ട്. ഒരു കെട്ടാണ്, അത് 20-ൻ്റെയോ 50-ൻ്റെയോ എന്തോ ആണ്, അത്ര വലിയതല്ല, പക്ഷെ കെട്ടുണ്ട് അത്.
അപ്പോൾ ഇതെടുത്തിട്ട് അവർ ഇയാളോട് പറയുന്നുണ്ട്, ഇത് കൊണ്ടുപോയിട്ട് അവിടെ ഇവരുടെ അവിടെ ഭണ്ഡാരത്തിലിടാൻ പറയുന്നുണ്ട്. അപ്പോൾ അവർ മറന്നുപോയതാണ് മക്കളുടെ അടുത്തോ ആരുടെ അടുത്തോ കൊടുക്കാൻ ആയിരിക്കണം. അപ്പോൾ ഇവന് ഇത് ഇങ്ങനെ മേടിക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് ഇവൻ്റെ കൂട്ടാളിയായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഇതിൽ പെടുന്ന ഒരുത്തൻ ഇത് കാണുന്നുണ്ട്, കുറച്ച് മാറിയിട്ടാണ്. ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് നമ്മളവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവൻ ഇതും മേടിച്ച് അവരോടാന്നൊക്കെ പറഞ്ഞ് ഇവൻ അങ്ങനെ ഓടുന്നുണ്ട്, പോവാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഇവൻ നേരെ അപ്പുറത്ത് കൂടെ വന്നിട്ട് ഇവനെ, അതായത് ഈ മത്സ്യത്തിന് നമ്മൾ എന്തെങ്കിലും ഇട്ട് കൊടുത്താലേ, കുറച്ച് കൂടുതൽ മത്സ്യങ്ങളുണ്ടെങ്കിൽ ആ കിട്ടിയവൻ്റെ നിന്ന് എടുക്കാൻ വേണ്ടി വേറെ ചെറുത് ഓടി വരും ഇതിൻ്റെ അടുത്തേക്ക്. എന്ന പോലെ ഒരു 1-2 ഇവന്മാർ കൂടി എന്നിട്ട് അവിടെ ഒരു അമ്പലത്തിൻ്റെ മുകളിലേക്ക് ആ സ്റ്റെപ്പിൻ്റെ അവിടെ സൈഡിലേക്ക് കയറി ഇവർ കാണാത്ത വിധത്തിൽ നിന്ന് അത് പങ്കുവയ്ക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞിട്ട് ഇവന്മാർ, നമ്മുടെ ആൾക്കാരൊക്കെ വരുമ്പോൾ ഇവന്മാർ വരുന്നുണ്ട്, എന്നിട്ട് അവരോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെയാണ് അവിടെ നിൽക്കുന്ന ചെറിയതായിട്ട്. അതിപ്പോൾ നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയാലും കാണാം, നിങ്ങളെ ക്യൂ നിർത്തി അങ്ങോട്ട് ഇതിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും മേടിക്കും, കിട്ടും, കൊടുക്കും നിങ്ങൾ. അപ്പോൾ നിങ്ങൾ അവരോട് പറയും, ഇത് മോനെ ഭണ്ഡാരത്തിലിട്ടേക്കും എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഭണ്ഡാരത്തിലുള്ളതാണ്. നീ ഭണ്ഡാരത്തിൽ തന്നെ ഇടണേന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് നോർത്ത് ഇന്ത്യയിലാണെങ്കിലും സൗത്ത് ഇന്ത്യയിലാണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കളവുകൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഇതൊന്നും ദൈവത്തിന് നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ ദൈവത്തിന് ഇതിൽ നിയന്ത്രിക്കുന്ന പണിയില്ല. മൂപ്പർക്ക് ഇതൊന്നും അറിയില്ല, ഇതല്ല മൂപ്പരുടെ ജോലി. ഇത് മനസ്സിലാക്കണം നമ്മൾ. നമ്മളോട് പറഞ്ഞ എൻ്റെ എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു. ഈ അയോധ്യയിൽ നടന്ന കൊള്ള, ശബരിമലയിൽ നടന്ന കൊള്ള, ഇതാ ബാക്കിയുള്ളിടത്തൊക്കെ നടന്നുകൊണ്ടിരിക്കണ കൊള്ള, ബദ്രിനാഥിലെ കൊള്ള, കേദാർനാഥിലെ കൊള്ള, ഇനി അമർനാഥിൽ, ഇനി ഏതൊക്കെ നാഥിൽ ഉണ്ടോ, അപ്പം ഇതിലാണോ നിങ്ങളുടെ വിശ്വാസം ഇരിക്കുന്നത്? അത് ഈ അറിവില്ലാത്തതിൻ്റെ പ്രശ്നമാണ്, നേരത്തെ പറഞ്ഞു. അപ്പം നമ്മൾ ഇതൊക്കെയാണ് ഈ മാസങ്ങളിൽ പ്രധാനമായിട്ട് ചിന്ത ചെയ്യാനുള്ളത്. നിങ്ങൾ ദൈവത്തിന് കൊടുക്കാൻ നിങ്ങൾക്ക് ഒരാൾക്കും ഒന്നും കൊടുക്കാൻ സാധ്യമല്ല. കാരണം മൂപ്പര് മേടിക്കാനുമില്ല. ഇതൊക്കെ മേടിക്കാൻ ഒരാൾ വേണ്ടേ? ഇല്ല എന്ന് പറയാം. അങ്ങനെ ഒരാളില്ല. ഇത് കൈപ്പറ്റി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് രസീതി തരാൻ. ഇപ്പം ഈശ്വരൻ ആരാണ് എന്നറിയാത്തതാണ് ഈ പ്രശ്നം. അപ്പോഴാണ് ഇത് എങ്ങനെയാണ് കൊടുക്കൽ, എങ്ങനെയാണ് ഈശ്വരനിൽ നിന്ന് മേടിക്കൽ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ ഈ രാമായണ മാസത്തിൽ, ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ശങ്കര ഭഗവത്പാദരുടെ, ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികളുടെ അതിഗംഭീരമായിട്ടുള്ളൊരു കൃതിയുണ്ട്. ശിവാപരാധ ക്ഷമാപണ സ്തോത്രം എന്നാണ് അതിൻ്റെ പേര്. ആ കൃതിയുടെ അതിലെ എന്താ പറയുക, ഓരോ ശ്ലോകങ്ങൾ അവസാനിക്കുന്നത് തന്നെ മനോഹരമായിട്ട് ആവർത്തിച്ച് പറയുന്ന ഒന്നുണ്ട്. ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ. ക്ഷന്തവ്യോ മേ അപരാധ, എൻ്റെ അപരാധങ്ങൾ ഭഗവാനെ ക്ഷമിക്കണം. അത് എവിടുന്നൊക്കെ തുടങ്ങുന്നു വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണോ നമ്മുടെ കർമ്മം ആവിർഭവിച്ചത് അവിടെ നിന്ന് മുതൽ ഇങ്ങോട്ട് ആരംഭിക്കുക. അതിമനോഹരമാണ്. ആദൗ കർമ്മപ്രസംഗാത് കലയതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാം വിൺമൂത്രാമേദ്യമധ്യേ കൊതയതി നിതരാം ജാഠരോ ജാതവേതാഃ യദ്യദ്വൈ തത്ര ദുഃഖം വ്യതയതി നിതരാം ശക്യതേ കേന വക്തും
ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ. മനോഹരമായ കൃതിയാണ്. ആദ്യം തുടങ്ങിയ തെറ്റ്, അബദ്ധം, തെറ്റിദ്ധാരണ, പാപം ഇത്യാദി പല ശബ്ദങ്ങളെ കൊണ്ട് പറയുന്ന, മനസ്സിലാക്കിയിട്ടുള്ള അതുമുതൽ ആദൗ കർമ്മപ്രസംഗാത് കലയതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാം. മാതൃകുക്ഷൗ, അമ്മയുടെ കുക്ഷിയിൽ, ഇവിടെ വയറ്റിൽ സ്ഥിതി ചെയ്തത് മുതൽ അവിടുന്ന് തുടങ്ങുകയാണ്, അവിടുന്ന് തുടങ്ങണം. അതിമനോഹരമായൊരു കൃതിയാണ്. നമുക്ക് ഈ രാമായണ മാസത്തിൽ ഈ രാമതത്വം എന്ന് പറയുന്ന ശിവതത്വം നമുക്ക് ചിന്ത ചെയ്യാം. കൃതി പൂർണ്ണമായിട്ടും ഓരോ വരികളും നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ കർക്കിടക മാസത്തിൻ്റെ, രാമായണ മാസത്തിൻ്റെ എന്താ പറയുക, എല്ലാ ആശംസകളും നേരുന്നു. നമുക്ക് ബാക്കി ഭാഗം നാളെ മുതൽ കാണാം. ഹരി ഓം.